നിങ്ങളുടെ അടുത്തുള്ള കുറച്ച് പൈസ എനിക്ക് തന്നാല് നമുക്ക് ഈ കാൻസ ഫാത്തിമേനെ കൗല ഫാത്തിമ നടക്കുന്ന പോലെ നടത്തിക്കാൻ പറ്റൂ. കാരണം പറയാൻ എന്താ അറിയോ, രണ്ട് കുട്ടിക്കും ഇതുപോലെ നടക്കാൻ പറ്റൂലായിരുന്നു. ഇപ്പൊ ഒരു വർഷം മുന്നേ നിങ്ങളൊക്കെ സഹായത്തോടെ ഇതാ ഇപ്പൊ കൗല ഇപ്പൊ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ കാൻസർക്ക് ഇപ്പൊ തീരെ നടക്കാനും പറ്റുന്നില്ല. അതിനൊരു സഹായത്തിനാണ് നിങ്ങളടുത്ത് വന്നത്. എത്ര പൈസ ആയാലും വേണ്ടിയില്ല, നിങ്ങൾ ഉള്ള പൈസ നമ്മൾ പറഞ്ഞ അക്കൗണ്ടിലേക്ക് തരിക. എത്ര വയസ്സിലാണ് ഇത് കുട്ടിക്ക് ഇങ്ങനെ ആയത്? 9 മാസമായപ്പോ തന്നെ നമ്മൾ അറിഞ്ഞത്. അപ്പം മുതലേ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഫിസിയോതെറാപ്പി ചെയ്തിട്ടും പിന്നെ മാറ്റങ്ങളുണ്ട്, പക്ഷെ ചുരുണ്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെയാണ് ഞാൻ ഒരു മോളെ സർജറി ചെയ്തതിലാണ് മോൾ ഇന്നിപ്പോ ഈ സ്റ്റേജിൽ എത്തിയത്. മറ്റേ മോൾക്ക് സർജറി പറഞ്ഞിട്ടുണ്ട്. ഈ സെയിം ഡോക്ടർ ബോംബെയിലുള്ള ഡോക്ടറാണ്. ഈ ഡോക്ടറെ കാണിച്ചപ്പോ മോള് സർജറി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ആദ്യത്തെ ചെലവൊക്കെ എങ്ങനെ കഴിഞ്ഞു? ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥലവും പീടിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ വിറ്റിട്ടാണ് മുന്നോട്ട് ചികിത്സ പോയിരുന്നത്. പറയാൻ എന്താ അറിയോ, 1/2 ഏക്കർ സ്ഥലവും പീടിയയും വീടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവര് താമസിക്കുന്നത് വാടക വീട്ടിലാ. പടച്ചവന്റെ പരീക്ഷനാണ്. അതും ഈ മക്കൾക്ക് വേണ്ടിയിട്ട്. അത്രയും സ്ഥലവും പൈസയും നിങ്ങളൊക്കെ സഹായം കൊണ്ടാണ് ഇന്ന് മോളിപ്പം നടക്കുന്നത്. അതുപോലെ ഇവരെ നടത്തിക്കാനുള്ള ഒരു ആഗ്രഹമാണ് ഒരു ഉമ്മാക്കും ഉപ്പാക്കും ഉള്ളത്. അതിന് നമ്മളെ കൊണ്ട് എന്താണോ ചെലവാക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ കൊടുത്താൽ അത് നാളെ പടച്ചവൻ തട്ടി മാറ്റാന്ന് ഉറപ്പാണ്. കുട്ടികളെ പ്രാർത്ഥന ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് കയ്യിൽ പൈസ ഇല്ലേ, ഈ വീഡിയോ വേറൊരാൾക്ക് എത്തിച്ചു കൊടുക്കുക. എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്താലും വെച്ചാൽ മതി അല്ലേ. പിന്നെ മണിച്ചിറ മഹല് പ്രസിഡന്റാണ്. ഇവർ മണിച്ചിറ മഹലിലാണ് ഇവർ താമസം. ഇവര് മഹലിലാണ് താമസമെങ്കിലും വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വാടക കൊടുക്കാനും ഈ കുട്ടികളുടെ ദൈനംദിന ചികിത്സക്കും ഇവരുടെ ചെലവിനും എല്ലാം കൂടി വലിയ സാമ്പത്തിക പ്രശ്നം ഓൾറെഡി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 കുട്ടികളും ട്വിൻസാണ് ഇവർ. അപ്പോൾ പിന്നെ ഇവർക്ക് ചെറുപ്പത്തിലേ നടക്കാൻ കഴിയാത്ത ഒരു അസുഖമായിരുന്നു, സെലിബ്രൽ പൾസിയുടെ അസുഖമായിരുന്നു ഇവർക്ക്. അപ്പോൾ ഈ കുട്ടിയും ഇതുപോലെ തന്നെയായിരുന്നു. ഇത് കാൻസയാണ്, ഇത് കൗലയാണ്. കാൻസ ഫാത്തിമ, കൗല ഫാത്തിമ. ഇവരുടെ കാലം കണ്ടില്ലേ, തീരെ വണ്ണല്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പം നടക്കാൻ തീരെ കഴിയുന്നില്ല. ഈ കാല് ഇവിടെയൊക്കെ ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഇതേപോലെ തന്നെ ഈ ഓപ്പറേഷൻ 2 വർഷം മുൻപേ നല്ലവരായിട്ടുള്ള സുമനസ്സുകളുടെ സഹായത്തോടു കൂടി 2 വർഷം മുൻപ് ഒരു ഓപ്പറേഷൻ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടി ഇങ്ങനെയെങ്കിലും നടക്കുന്നത്. ഇവൾക്ക് അങ്ങനെയും നടക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഇവൾ നടക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾ നടക്കുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പോൾ ഇവർക്ക് 8 ലക്ഷം ഉറുപ്പികയാണ് ചികിത്സാ ചെലവ്. അതിനുശേഷമുള്ള ഫിസിയോതെറാപ്പിക്ക് നല്ല പൈസ വേറെയും ചിലവ് വരും. നമുക്കൊരു 10 ലക്ഷം ഉറുപ്പിക ഈ കുട്ടികളുടെ സഹായത്തിന് വേണ്ടി സുമനസ്സുകളായിട്ടുള്ള ആരെങ്കിലും നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചാൽ ഈ കുട്ടികളെ നമുക്ക് 2 പേരെയും നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. ഇവർക്ക് വലിയൊരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോഴേ, എന്താ മോളെ ആഗ്രഹമുള്ളത്? ഇപ്പോ ആണോ? നടക്കാനാണ് അവരുടെ ആഗ്രഹം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി നിങ്ങൾ എല്ലാവരും ഇവരെ സഹായിക്കണം. ഇത് ഈ കുട്ടികളുടെ വല്യുപ്പയാണ്. മൂസക്കാരാണ് പേര്. മൂസക്കാരൻ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മൂസക്കാരെ വിളിച്ചിട്ട് എന്തൊക്കെ വിവരങ്ങൾ അന്വേഷിച്ച് കൊടുക്കാൻ പറ്റുന്ന എത്ര പൈസ ആയാലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുകയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ പടച്ചവൻ്റെ അടുത്ത് കൂലി ഉറപ്പായിട്ട് കിട്ടും. ഇങ്ങനെയുള്ള കുട്ടികളാണ് നമുക്ക് സഹായിക്കേണ്ടത്. ഇത്ര ചെറുപ്പമായിട്ട് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നുപോയി. എന്തായാലും ഈ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി സഹായിക്കുക അല്ലേ. ഒരു ദിവസം 2500 രൂപ വേണം ഇവരെ ഒരു ഫിസിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾക്ക് കഴിവിന്റെ പരമാവധി എത്ര പൈസ ആണെങ്കിലും നിങ്ങൾക്ക് ഇവർക്ക് കൊടുക്കുക. അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ജോയിന്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് കാണിച്ചു തരാം. കാൻസ ഫാത്തിമ അക്കൗണ്ട് നമ്പർ 475241000020. ഇനി ഞാൻ മൂസക്കാരൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഗൂഗിൾ പേ ചെയ്യാൻ, ഇനിയിപ്പോൾ ഈ അക്കൗണ്ടിൽ പൈസ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഗൂഗിൾ പേ ചെയ്യാനുള്ള ഒരു അക്കൗണ്ട് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആരിതിലേക്ക് സംഭാവന ചെയ്താലും ഏറ്റവും അർഹതപ്പെട്ട ഒരു സദക്കയായിരിക്കും. കാരണം ഈ 2 പെൺകുട്ടികളാണല്ലോ, ആൺകുട്ടികളും അല്ല. ഇപ്പം നമ്മളൊക്കെ മക്കൾക്കാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നെങ്കിൽ വരാതിരിക്കട്ടെ, ആമീൻ. അപ്പം അതുകൊണ്ട് എല്ലാവരും അതിനനുസരിച്ച് സഹായിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാറ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കൂല. നിങ്ങൾ എന്തായാലും കുട്ടികളെ പ്രാർത്ഥന ഉണ്ടാവും. അതെന്തായാലും ദൈവം തട്ടി മാറ്റൂല കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ മുന്നിലേക്ക് ഈ വീഡിയോ, നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും ഈ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിക്കാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അതിനുള്ള പ്രതിഫലം പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് തരട്ടെ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ പൈസ ഇടുന്ന സമയത്ത് ഗൂഗിൾ പേ വർക്ക് ആയിട്ടില്ലെങ്കിൽ ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് ആ ഉദ്ദേശിച്ച പൈസ നിങ്ങൾ അവിടെ എത്തിക്കാനുള്ള മനസ്സിൽ കാണിക്കണം കേട്ടോ.